നമസ്കാരം. ഞാൻ ശബ്ദരേഖ. മെലൂഹയിലെ ചിരഞ്ജീവികൾ. ഉള്ളടക്കം 2. ജീവിതശുദ്ധിയുടെ ദേശം. നീലകണ്ഠൻ തൻ്റെ തലസ്ഥാന നഗരിയിലെത്തിയിട്ടുണ്ടെന്ന് ഈ ലോകത്തോട് വിളംബരം ചെയ്യുവാൻ കാശ്മീരിലെ ഗവർണറായ ചെനാർധുജൻ ആഗ്രഹിച്ചു. അതിർത്തി നഗരങ്ങളായ തക്ഷശിലയിലോ കറാചാപയിലോ ലോത്തലിലോ ഒന്നുമല്ല തൻ്റെ ശ്രീനഗരത്തിൽ. മെലൂഹൻ തലസ്ഥാനവും ദൈവങ്ങളുടെ ആവാസ കേന്ദ്രവുമായ ദേവഗിരിയിൽ നിന്നും ഏതാണ്ട് അതേ സമയത്ത് തന്നെ പക്ഷിദൂതനെത്തി. കൽപ്പന സുവ്യക്തമായിരുന്നു. ചക്രവർത്തി ശിവനെ നേരിട്ട് കാണുന്നതുവരെ നീലകണ്ഠൻ്റെ സാന്നിധ്യം പുറത്താരും അറിയാൻ പാടില്ല. ശിവനെ അകമ്പടിയോടെ ദേവഗിരിയിൽ എത്തിക്കുവാൻ ചെനാർധുജന് ഉത്തരവ് ലഭിച്ചു. ഇതിനെക്കുറിച്ച് ശിവനോട് ഒന്നും തന്നെ പറയരുത് എന്നായിരുന്നു അതിലും പ്രധാനപ്പെട്ട കാര്യം. ചക്രവർത്തി നേരിട്ട് നീലകണ്ഠനെ അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും എന്നായിരുന്നു ആ സന്ദേശത്തിലുണ്ടായിരുന്നത്. ആ യാത്രയെക്കുറിച്ച് ശിവനെ അറിയിക്കുവാനുള്ള ചുമതല ചെനാർധുജനായിരുന്നു. എന്നാൽ ശിവനാകട്ടെ അപ്പോൾ ആളുകളുമായി ഇണങ്ങുവാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. ചുറ്റുമുള്ള മെലൂഹന്മാർ തന്നെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ശിവൻ ശരിക്കും അമ്പരന്നുപോയി. ആർഭാടങ്ങളും സുഖസൗകര്യങ്ങളും നിറഞ്ഞ വസതിയിലേക്ക് ശിവൻ എത്തിപ്പെട്ടതോടെ ശ്രീനഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾക്കു മാത്രമേ ശിവനെ കാണാനൊക്കൂ എന്ന സ്ഥിതിയായി. പ്രഭു, തലസ്ഥാന നഗരിയിലേക്ക് ഞങ്ങൾ അങ്ങയെ അകമ്പടി സേവിക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് അവിടേക്ക് ആഴ്ചകളുടെ യാത്ര വേണ്ടിവരും. വിശാലവും പേശീബലമുള്ളതുമായ സ്വന്തം ശരീരം മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്ത വിധം പ്രയാസപ്പെട്ട് കുനിച്ചുകൊണ്ട് ചെനാർധുജൻ പറഞ്ഞു. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ആരെങ്കിലും വ്യക്തമായി എന്നോട് പറയാതെ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല. നീലകണ്ഠൻ എന്ന് പറയുന്ന ഈ നാശം പിടിച്ച ഐതിഹ്യം എന്താണെന്ന് ആർക്കെങ്കിലും വ്യക്തമായി പറഞ്ഞുകൂടെ? ശിവൻ ക്ഷോഭത്തോടെ പറഞ്ഞു. പ്രഭു, ദയവായി ഞങ്ങളെ വിശ്വസിക്കണം. വൈകാതെ അങ്ങേക്ക് സത്യം മനസ്സിലാകും. അങ്ങ് ദേവഗിരിയിലെത്തുമ്പോൾ ചക്രവർത്തി തന്നെ അങ്ങയോടത് പറയും. അപ്പോൾ എൻ്റെ ഗോത്രത്തിൻ്റെ കാര്യം? അവർക്ക് ഇവിടെ കാശ്മീരിൽ തന്നെ ഭൂമി നൽകാനുള്ള ഏർപ്പാടുണ്ടാവും പ്രഭു. സൗകര്യപ്രദമായ രീതിയിൽ ജീവിക്കുവാൻ വേണ്ട ഉപാധികളെല്ലാം അവർക്ക് നൽകുന്നതായിരിക്കും. അവരെ ഇവിടെ ബന്ദികളായി പാർപ്പിക്കുവാനാണോ ഉദ്ദേശം? ഒരിക്കലുമല്ല പ്രഭു, പ്രകടമായും ഖിന്നനായിപ്പോയ ചെനാർധുജൻ പറഞ്ഞു. അവർ അങ്ങയുടെ ഗോത്രക്കാരാണ്. ഞാൻ വിചാരിക്കുന്ന പോലെ നടന്നിരുന്നെങ്കിൽ ശിഷ്ടകാലം അവർ കുലീന ജാതികൾ നയിക്കുന്ന ജീവിതം നയിച്ചേനെ. പക്ഷേ നിയമം ലംഘിക്കാൻ പാടില്ല പ്രഭു. അങ്ങുപോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് നൽകാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ആവശ്യമെങ്കിൽ കാലക്രമേണ അങ്ങേക്ക് തന്നെ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ അവരെ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് പാർപ്പിക്കുവാൻ സാധിക്കും. പ്രഭു, ദയവായി ഞങ്ങളെ വിശ്വസിക്കണം, നന്ദി അപേക്ഷിച്ചു. മെലൂഹയിൽ അങ്ങയുടെ പ്രാധാന്യം എന്തെന്ന് അങ്ങേക്ക് സങ്കല്പിക്കാനാവില്ല. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം വേണം. സഹായിക്കണേ, ദയവുണ്ടായി സഹായിക്കണേ. വർഷങ്ങൾക്ക് മുൻപ് മനോവ്യഥ പൂണ്ട ഒരു സ്ത്രീ നിസ്സഹായയായി തന്നെ വിളിച്ച് വിലപിച്ച ദൃശ്യം തൻ്റെ ഓർമ്മയിലേക്ക് ഒഴിയാബാധ പോലെ തിരിച്ചു വന്നപ്പോൾ ശിവൻ നടുക്കത്തോടെ മൗനം അവലംബിച്ചു. നിന്റെ നിയോഗം ഈ ഭീമാകാരങ്ങളായ പർവ്വതങ്ങളെക്കാൾ വിശാലമാണ്. അസംബന്ധം. എനിക്കൊരു നിയോഗത്തിനും അർഹതയില്ല. ഞാൻ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് ഈ ജനങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ അവരീ അസംബന്ധം എന്നേ അവസാനിപ്പിക്കുമായിരുന്നു. ഭദ്ര, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദാൽ തടാകക്കരയിലുള്ള ഉദ്യാനത്തിലിരിക്കുകയായിരുന്നു ശിവൻ. തൊട്ടടുത്തിരുന്ന അയാളുടെ ചങ്ങാതി ചില്ലത്തിൽ കഞ്ചാവ് കുത്തിനിറയ്ക്കുവാനുള്ള ശ്രമത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു. ഭദ്രൻ തീക്കൊള്ളി കൊണ്ട് ലഹരി നിറച്ച പുകക്കുഴലിന് ജീവൻ പകർന്നപ്പോൾ ശിവൻ അക്ഷമനായിക്കൊണ്ട് പറഞ്ഞു, എടാ വിഡ്ഢി, നിനക്ക് സംസാരിക്കുവാനുള്ള സൂചനയാണത്. അല്ല ശിവ,
നിനക്ക് ഈ പുകക്കുഴൽ നൽകുവാനുള്ള അടയാളവാക്യമാണത്. നീ എന്താ എന്നെ ഉപദേശിക്കാത്തത്? ശിവൻ പരിഭവത്തോടെ ചോദിച്ചു. നമ്മളിപ്പോഴും ആ പഴയ, പരസ്പരം ചർച്ച ചെയ്യാതെ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാത്ത കൂട്ടുകാർ തന്നെയാണ്. ഭദ്രൻ പുഞ്ചിരിച്ചു. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ അങ്ങ് ഞങ്ങളുടെ അധിപനാണ്. ഈ ഗോത്രം ജീവിക്കുന്നതും മരിക്കുന്നതും അങ്ങയുടെ നിശ്ചയപ്രകാരമാണ്. മറ്റേതെങ്കിലും ആളുടെ സ്വാധീനം ഈ ഗോത്രത്തെ മലിനമാക്കിക്കൂടാ. നമ്മൾ പകർദികളെ പോലെ അല്ല. അവരുടെ ദർബാറിൽ ഉറക്കെ സംസാരിക്കുന്നവൻ്റെ വാക്കുകൾ നേതാവ് അനുസരിക്കേണ്ട അവസ്ഥയാണ്. എന്നാൽ നമ്മൾ ഗുണന്മാർക്കിടയിൽ അധിപൻ്റെ വിവേകവും ബുദ്ധിയുമാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മുടെ പാരമ്പര്യം. ശിവൻ ക്രോധത്തോടെ കണ്ണുകൾ ഉയർത്തി. ചില പാരമ്പര്യങ്ങൾ ലംഘിക്കപ്പെടേണ്ടവയാണ്. ഭദ്രൻ നിശബ്ദനായി. ശിവൻ കൈനീട്ടി ഭദ്രൻ്റെ പക്കൽ നിന്നും ചില്ലം വാങ്ങിച്ചു. അതിലൊന്ന് ആഞ്ഞുവലിച്ച് കഞ്ചാവിൻ്റെ അത്യുദാരമായ ലഹരി തൻ്റെ ശരീരത്തിൽ പടരുവാൻ അവൻ അനുവദിച്ചു. നീലകണ്ഠൻ എന്ന ഐതിഹ്യത്തെക്കുറിച്ച് ഒരൊറ്റ വരി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, ഭദ്രൻ പറഞ്ഞു. സ്വാഭാവികമായും മെലൂഹ ഇപ്പോൾ തന്നെ വലിയ കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. നീലകണ്ഠന് മാത്രമേ അതിനെ അതിൽ നിന്ന് രക്ഷിക്കാനാകൂ. പക്ഷേ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി എനിക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാം ശരിയായ രീതിയിൽ തന്നെ. ശരിയായ കുഴപ്പം അവർക്ക് നേരിട്ട് കാണണമെങ്കിൽ അവരെ നമ്മുടെ ദേശത്തേക്ക് കൊണ്ടുപോകണം. ഭദ്രൻ ചെറുതായൊന്ന് ചിരിച്ചു. എന്നാൽ തങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്ന ആ നീല നിറത്തിലുള്ള കഴുത്തിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നാശം! എനിക്കതറിയാമായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കുമായിരുന്നല്ലോ. അവർ നമ്മളെക്കാൾ എത്രയോ മുന്നിലാണ്. എന്നിട്ടും ഞാനൊരു ദൈവമാണെന്ന മട്ടിലാണ് അവരെന്നെ ആരാധിക്കുന്നത്. എനിക്ക് അനുഗ്രഹമായി കിട്ടിയ ഈ നീല നിറത്തിലുള്ള കഴുത്തിൻ്റെ പേരിൽ മാത്രമാണത്. എന്നാലും അവരുടെ മരുന്നുകൾക്ക് മാന്ത്രികമായ ഫലസിദ്ധിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മുതുകിലെ കൂന് അല്പം കുറഞ്ഞിട്ടുള്ളതായി അങ്ങ് ശ്രദ്ധിച്ചുവോ? ഉവ്, അത് കുറഞ്ഞിട്ടുണ്ട്. അവരുടെ വൈദ്യന്മാർ അപൂർവ സിദ്ധിയുള്ളവരാണ്. അങ്ങേക്കറിയുമോ, അവരുടെ വൈദ്യന്മാരെ ബ്രാഹ്മണർ എന്നാണ് വിളിക്കുന്നത്. ആയുർവേദിയെപ്പോലെ? പുകക്കുഴൽ ഭദ്രന് കൈമാറിക്കൊണ്ട് ശിവൻ ചോദിച്ചു. അതെ, പക്ഷേ ബ്രാഹ്മണർ ആളുകളുടെ രോഗം സുഖപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്. അധ്യാപകരും നിയമജ്ഞരും പുരോഹിതന്മാരും ഒക്കെയാണവർ. ബുദ്ധിപരമായ അധ്വാനം ആവശ്യമുള്ള ഏതു പ്രവൃത്തിയും ചെയ്യുന്നവരാണവർ. സിദ്ധിയുള്ള ആളുകൾ, ശിവൻ മൊഴിഞ്ഞു. അതുമാത്രമല്ല, പുക നീട്ടിവലിച്ചെടുക്കുന്നതിനിടയിൽ ഭദ്രൻ തുടർന്നു. വൈദഗ്ധ്യം എന്ന ആശയം അവരിലുണ്ട്. ഈ ബ്രാഹ്മണരെ കൂടാതെ അവരുടെ ഇടയിൽ ക്ഷത്രിയർ എന്നൊരു വിഭാഗമുണ്ട്. പടയാളികളും ഭരണകർത്താക്കളുമാണവർ. സ്ത്രീകൾക്ക് പോലും ക്ഷത്രിയരാവാൻ കഴിയും. ശരിക്കും? സ്ത്രീകളെ സൈന്യത്തിൽ ചേരാൻ അനുവദിക്കുമോ? ആ, എങ്കിലും അത്രയധികം പെൺപടയാളികളൊന്നും അവർക്കിടയിലില്ല. പക്ഷേ സ്ത്രീകൾക്ക് സൈന്യത്തിൽ ചേരാൻ അനുവാദമുണ്ട്. വെറുതെയല്ല അവരുടെ ദേശത്ത് പ്രശ്നങ്ങളുണ്ടാവുന്നത്. മെലൂഹന്മാരുടെ വിചിത്രമായ രീതികളെക്കുറിച്ചോർത്ത് അവർ പൊട്ടിച്ചിരിച്ചു. മെലൂഹന്മാർക്ക് പരിചയമില്ലാത്ത പതിവിലുള്ള വിചിത്രമായ രീതിയിൽ ആ സുഹൃത്തുക്കൾ പൊട്ടിച്ചിരിച്ചു. കഥ തുടരുന്നതിന് മുൻപായി ഭദ്രൻ ആ പുകക്കുഴലിൽ നിന്ന് ഒരു പുക കൂടിയെടുത്തു. പിന്നെ അവർക്കിടയിൽ വൈശ്യന്മാരുണ്ട്. കരകൗശല വിദഗ്ധരും വണിക്കുകളും വ്യാപാരികളുമെല്ലാം അതിലുൾപ്പെടുന്നു. അവസാനത്തെ വിഭാഗമാണ് ശൂദ്രർ, കർഷകരും തൊഴിലാളികളും. ഒരു ജാതിക്ക് മറ്റൊരു ജാതിയുടെ പ്രവൃത്തി ചെയ്യാൻ അവകാശമില്ല. നിൽക്ക്, ശിവൻ പറഞ്ഞു. നീ ഒരു പടയാളിയായതിനാൽ നിനക്ക് കമ്പോളത്തിൽ ചെല്ലാൻ കഴിയില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെ. വങ്കത്തം! പിന്നെ നീ എങ്ങനെ എനിക്ക് കഞ്ചാവ് കൊണ്ടുതരും? എന്തായാലും ആ പണിക്ക് മാത്രമേ നിന്നെക്കൊണ്ട് കൊള്ളുകയുള്ളൂ. ഭദ്രൻ കളിയായി അടിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശിവൻ പുറകോട്ട് മാറി. ശരി ശരി, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, ശിവൻ ചിരിച്ചു. അല്പം മുന്നോട്ട് നീങ്ങി ഭദ്രൻ്റെ കയ്യിലെ ചില്ലം പിടിച്ചു വാങ്ങിയ ശേഷം ശിവൻ അത് ഒന്നാഞ്ഞു വലിച്ചു.
സംസാരിക്കേണ്ടുന്ന കാര്യങ്ങളൊഴികെ ബാക്കി എല്ലാറ്റിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ശിവൻ ഒരിക്കൽ കൂടി ഗൗരവം പൂണ്ടു. ഗൗരവമായി തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഉദ്യാനത്തിൻ്റെ വിദൂരമായ മൂലകളിലൊരിടത്ത് പനിനീർ പൂക്കളെ തിരയുന്നത് പോലെ ശിവൻ അകലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒരിക്കൽ കൂടി ഓടിപ്പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ത്? ശിവൻ്റെ അമർത്തിവെച്ച മന്ത്രണം കേൾക്കാൻ സാധിക്കാത്തതിനാൽ ഭദ്രൻ ചോദിച്ചു. ഓടിപ്പോയി എന്ന ആരോപണം ഒരിക്കൽ കൂടി വഹിക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന് ശിവൻ ഒച്ചയിട്ടു. അത് നിന്റെ കുഴപ്പമായിരുന്നില്ല. അതെ, അതെൻ്റെ കുഴപ്പമായിരുന്നു. ഭദ്രൻ നിശബ്ദനായി. അയാൾക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. കണ്ണു പൊത്തിക്കൊണ്ട് ശിവൻ ഒരിക്കൽ കൂടി നെടുവീർപ്പയച്ചു. അതെ, അതെൻ്റെ കുഴപ്പമായിരുന്നു. ഭദ്രൻ സുഹൃത്തിൻ്റെ തോളിൽ കൈയിട്ട് പതുക്കെ ഒന്നമർത്തി ആ ഭയങ്കര നിമിഷത്തെ കടന്നു പോകാൻ അനുവദിച്ചു. ശിവൻ മുഖം തിരിച്ചു. ചങ്ങാതി, ഞാൻ നിന്നോട് ഉപദേശമാണ് ചോദിക്കുന്നത്. ഞാനിനി എന്തു ചെയ്യണം? അവർക്കെൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിനോട് മുഖം തിരിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതേസമയം എൻ്റെ ഗോത്രവർഗത്തെ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ എനിക്കെങ്ങനെ സാധിക്കും? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭദ്രൻ ശിവൻ്റെ ചുമലിലെ പിടുത്തം വിട്ടില്ല. അയാൾ നെടുതായൊന്ന് ശ്വസിച്ചു. ഒരു മറുപടിക്കു വേണ്ടി ആലോചിക്കാനുള്ള സാവകാശം അയാൾക്ക് കിട്ടി. ഒരുപക്ഷെ തൻ്റെ ചങ്ങാതിയായ ശിവന് യോജിക്കുന്ന മറുപടി ആയിരിക്കും അത്. എന്നാൽ തൻ്റെ അധിപനായ ശിവന് പറ്റിയ മറുപടി ആയിരിക്കുമോ അത്? നിനക്ക് വേണ്ട വിവേകം നിൻ്റെ ഉള്ളിൽ നിന്നു തന്നെ കണ്ടെത്തണം ശിവ. അതാണ് പാരമ്പര്യം. ഓ, നിന്റെ നശിച്ച ആ പാരമ്പര്യം! ശിവൻ ആ ചില്ലം ഭദ്രന് നേർക്ക് എറിഞ്ഞ് കൊടുങ്കാറ്റ് പോലെ ചവിട്ടി കുതിച്ചുപോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരുന്നു ശിവനും നന്ദിയും 3 പടയാളികളും അടങ്ങുന്ന ഒരു സംഘം ശ്രീനഗരത്തിൽ നിന്ന് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ ചെറു സംഘം എത്രയും വേഗം ദേവഗിരിയിലെത്തണമെന്ന് ഉറപ്പിച്ചിരുന്നു. ശിവൻ ശരിയായ നീലകണ്ഠൻ തന്നെയാണെന്ന് തൻ്റെ സാമ്രാജ്യം അതിവേഗം തിരിച്ചറിയുമോ എന്നായിരുന്നു പ്രവിശ്യാധികാരി ചെനാർധ്വജൻ്റെ ഉത്കണ്ഠ. ജഗദീശ്വരനെ നേരിൽ കണ്ട ഒരു പ്രവിശ്യാധികാരി എന്ന നിലയിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുവാൻ അയാൾ മോഹിച്ചിരുന്നു. ചക്രവർത്തിക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ പറ്റിയ ഒരു രൂപമാക്കി ശിവനെ മാറ്റിയെടുത്തിരുന്നു. അവൻ്റെ മുടി എണ്ണ തേച്ചു മിനുക്കിയിരുന്നു. വിലപിടിച്ച വസ്ത്രങ്ങളും ആകർഷണീയമായ കർണാഭരണങ്ങളും കണ്ഠാഭരണങ്ങളും മറ്റു തരത്തിലുള്ള ആഭരണങ്ങളും ഉപയോഗിച്ച് അവൻ്റെ പേശീബലമുള്ള ശരീരം അലങ്കരിക്കപ്പെട്ടിരുന്നു. മുഖത്തെ ചുളിവുകളും ചർമ്മത്തിൻ്റെ മൗഢ്യവും നീക്കം ചെയ്യാനായി ചില ആയുർവേദ കുഴമ്പുകളും തൈലങ്ങളും ഉപയോഗിച്ചിരുന്നു. തിളങ്ങുന്ന നീല നിറത്തിലുള്ള കഴുത്ത് പൊതിയുന്നതിനായി പരുത്തിത്തുണി കൊണ്ടുള്ള ഒരു ആവരണം തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ അരികുകളെ അലങ്കരിക്കുമാറ് മണികൾ സമർത്ഥമായി കോർത്തുവെച്ചിരുന്നു. ഉത്സവവേളകളിൽ മെലൂഹന്മാർ ധരിക്കാറുള്ള പരമ്പരാഗതമായ കണ്ഠാഭരണം പോലിരുന്നു അത്. അപ്പോഴും തണുപ്പായിരുന്ന തൻ്റെ കഴുത്തിൽ പരുത്തിത്തുണി കൊണ്ടുള്ള ആവരണം ചൂട് പകർന്നു. ഞാൻ വേഗം മടങ്ങി വരും, ഭദ്രൻ്റെ അമ്മയെ പുൽകിക്കൊണ്ട് ശിവൻ പറഞ്ഞു. ആ വൃദ്ധയുടെ മുടന്ത് ആളുകളുടെ ശ്രദ്ധയാകർഷിക്കാത്ത വിധമായി തീർന്നിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ശിവൻ വിസ്മയിച്ചു. അവരുടെ മരുന്നുകൾ ശരിക്കും മാന്ത്രിക സിദ്ധിയുള്ളവ തന്നെ. കനപ്പിച്ച മുഖവുമായി ഭദ്രൻ ശിവനെ നോക്കിയപ്പോൾ ശിവൻ മന്ത്രിച്ചു. ഗോത്രവർഗത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഞാൻ മടങ്ങി വരുന്നതുവരെ നിനക്കാണതിൻ്റെ ചുമതല. അമ്പരന്ന ഭദ്രൻ പുറകോട്ട് നീങ്ങി. ശിവ, ഞാൻ നിന്റെ സുഹൃത്താണെന്ന് കരുതി നീ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല. എടാ വിഡ്ഢി, ഞാനത് ചെയ്തേ തീരൂ. എന്നേക്കാൾ കഴിവുള്ളവനാണ് നീ എന്ന കാരണത്താലാണ് ഞാനത് ചെയ്യുന്നത്. തൻ്റെ കണ്ണീർ സുഹൃത്ത് കണ്ടുപിടിക്കുമോ എന്ന ഭയത്താൽ ഭദ്രൻ മുന്നോട്ട് ചെന്ന് ശിവനെ ആലിംഗനം ചെയ്തു. അല്ല ശിവ, ഞാൻ നിന്നേക്കാൾ കഴിവുള്ളവനല്ല. സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ കരുതുകയില്ല. മിണ്ടാതിരി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഭദ്രൻ ദുഃഖത്തോടെ പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോൾ ശിവൻ പറഞ്ഞു. ഗുണന്മാർക്കിവിടെ എന്തെങ്കിലും അപായ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കൈലാസപർവ്വതത്തിൽ വെച്ച് നേരിട്ട അത്രയും അപകടങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ നിനക്ക് ആയുർവേദിയുടെ സഹായം തേടാം. ഗോത്രവർഗത്തിന് രോഗം ബാധിച്ചപ്പോൾ
ഞാൻ അവരെ നിരീക്ഷിച്ചിരുന്നു. നമ്മെ രക്ഷിക്കുന്നതിനായി അവർ ആത്മാർത്ഥമായ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയുണ്ടായി. അവരെ വിശ്വസിക്കാം. തലകുലുക്കി ശിവനെ ഒരിക്കൽ കൂടി ആലിംഗനം ചെയ്ത ശേഷം ഭദ്രൻ പുറത്തേക്കിറങ്ങി. ആയുർവതി ഭവ്യതയോടെ വാതിലിൽ മുട്ടി. ഞാൻ അകത്തു വരട്ടെ പ്രഭോ? 7 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന നിർണായകമായ ആ സമാഗമത്തിന് ശേഷം ഇന്നാദ്യമായാണ് അവൾ ശിവൻ്റെ മുന്നിൽ എത്തിപ്പെടുന്നത്. അത് ഒരു ജീവിതകാലം പോലെ അവൾക്ക് തോന്നി. പൊതുവെ അവൾ ആത്മവിശ്വാസമുള്ളതുപോലെ ഭാവിച്ചിരുന്നുവെങ്കിലും ഇന്ന് അവളുടെ ഭാവത്തിനെന്തോ ചെറിയ മാറ്റമുള്ളതുപോലെ കാണപ്പെട്ടു. ദൈവിക സാന്നിധ്യത്താൽ സ്പർശിക്കപ്പെട്ട ഒരാളുടെ പോലെയായിരുന്നു അവളുടെ ഭാവം. അകത്ത് വരൂ ആയുർവതി. പിന്നെ ഒരു കാര്യം, ഈ പ്രഭോ എന്ന വിളി വേണ്ട. കുറച്ചു ദിവസം മുൻപ് നിങ്ങൾ കണ്ട അപരിഷ്കൃതനായ ആ കുടിയേറ്റക്കാരൻ തന്നെയാണ് ഞാൻ. അങ്ങനെ അന്ന് വിശേഷിപ്പിക്കാനിടയായതിൽ ഞാൻ ഖേദിക്കുന്നു പ്രഭു. ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി. അങ്ങ് നിർദ്ദേശിക്കുന്ന ഏതു ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എന്തു പറ്റി? സത്യം പറഞ്ഞതിന് നിങ്ങളെ ഞാനെന്തിനു ശിക്ഷിക്കണം? ഈ നശിച്ച നീലക്കഴുത്ത് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് കരുതാൻ കാര്യമെന്താ? താമസിയാതെ അതിൻ്റെ കാരണം അങ്ങേക്ക് മനസ്സിലാവും പ്രഭു. ശിവനെ തലകുനിച്ചു വണങ്ങി ആയുർവതി മന്ത്രിച്ചു. നൂറ്റാണ്ടുകളായി ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളും? ഈ പാവനമായ തടാകത്തിൻ്റെ പേരിൽ ഞാൻ ചോദിക്കുന്നു, എന്തിന്? നിങ്ങളെപ്പോലെ സമർത്ഥരായ ആളുകൾക്കിടയിൽ ഞാൻ എന്തു ചെയ്യാൻ? ചക്രവർത്തി അതെല്ലാം അങ്ങയോട് പറയും പ്രഭു. അങ്ങയുടെ ഗോത്രവർഗക്കാരുടെ സംസാരം കേട്ട ശേഷം നീലകണ്ഠനെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരാൾ മാത്രമേയുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. അതങ്ങ് മാത്രമാണ്. ഗോത്രവർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ സമീപിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും സഹായം നൽകുന്നത് എനിക്കൊരു ബഹുമതിയായിരിക്കും പ്രഭു. ഇത് പറഞ്ഞുകൊണ്ട് ഭാരതീയമായ പരമ്പരാഗത രീതിയിൽ ആദരവ് പ്രകടിപ്പിക്കുന്നതിനായി അവൾ ശിവൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. ഭൂരിഭാഗം മെലൂഹന്മാരും ഈ ആചാരം നിർവഹിച്ചപ്പോൾ ശിവൻ അതിന് നിന്നുകൊടുത്തെങ്കിലും ആയുർവതി കുനിഞ്ഞതും അവൻ പിറകിലേക്ക് നീങ്ങി. നിങ്ങൾ എന്തു വിഡ്ഢിത്തമാണ് കാട്ടുന്നത് ആയുർവതി? വിരണ്ടുപോയ മട്ടിൽ ശിവൻ ചോദിച്ചു. നിങ്ങളൊരു ചികിത്സകയാണ്, ജീവദായകയാണ്. നിങ്ങളെൻ്റെ കാൽ തൊട്ട് എന്നെ സങ്കടത്തിലാക്കരുത്. ആയുർവതി തലയുയർത്തി ശിവനെ നോക്കി. ഭക്തിയും ആരാധനയും നിമിത്തം അവളുടെ കണ്ണുകൾ തിളങ്ങി. നീലകണ്ഠനെന്ന് വിശേഷിപ്പിക്കുവാൻ തീർച്ചയായും യോഗ്യതയുള്ളവൻ തന്നെയായിരുന്നു ആ രൂപം. ഇടവിട്ടിടവിട്ട് രാമനാമം മുദ്രയിട്ട ഒരു കാവ്യവസ്ത്രവും കൊണ്ടാണ് നന്ദി ശിവൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നത്. അത് കഴുത്തിൽ ചുറ്റുവാൻ നന്ദി ശിവനോട് അഭ്യർത്ഥിച്ചു. ശിവനത് ചെയ്തു കഴിഞ്ഞപ്പോൾ ദേവഗിരിയിലേക്കുള്ള യാത്ര സുരക്ഷിതമായിരിക്കണമേ എന്ന് നന്ദി തിടുക്കപ്പെട്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ കുതിരകൾ പുറത്തു നിൽപ്പുണ്ട് പ്രഭു. അങ്ങ് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് പോകാം, നന്ദി പറഞ്ഞു. നന്ദി, അല്പം ക്ഷുഭിതനായി ശിവൻ പറഞ്ഞു. ഞാൻ എത്ര തവണ നിന്നോടത് പറയണം? എൻ്റെ പേര് ശിവൻ എന്നാണ്. ഞാൻ നിൻ്റെ ചങ്ങാതിയാണ്, അല്ലാതെ നിൻ്റെ പ്രഭുവല്ല. അല്ല പ്രഭു, നന്ദി കിതച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങ് നീലകണ്ഠനാണ്, അങ്ങ് ഈശ്വരനാണ്. അങ്ങേ ഞാൻ എങ്ങനെ പേര് വിളിക്കും? കണ്ണുരുട്ടി തല ശകലമൊന്ന് കുലുക്കി വാതിലിന് നേർക്ക് തിരിഞ്ഞുകൊണ്ട് ശിവൻ പറഞ്ഞു. ഞാൻ വിടുന്നു, നമുക്ക് പോകാമോ? തീർച്ചയായും പ്രഭു. പുറത്ത് കടന്നപ്പോൾ അശ്വാരൂഢരായ 3 സൈനികർ ക്ഷമാപൂർവം അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരുടെ തൊട്ടടുത്തായി 3 കുതിരകളും ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ശിവനും ഒരെണ്ണം നന്ദിക്കും, മൂന്നാമത്തേത് അവർക്ക് വേണ്ട സാധന സാമഗ്രികൾ ചുമന്നുകൊണ്ടു പോകുന്നതിനുമുള്ളതായിരുന്നു. സുസംഘടിതമായ മെലൂഹൻ സാമ്രാജ്യത്തിലെ സഞ്ചാരപഥങ്ങളിൽ അങ്ങോളം ഇങ്ങോളം വിശ്രമ കേന്ദ്രങ്ങളും നിത്യനിദാന സാധനങ്ങളുടെ വിൽപ്പനശാലകളും ഉണ്ടായിരുന്നു. ഒരു ദിവസത്തേക്ക് വേണ്ട സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഏതൊരു യാത്രക്കാരനും മെലൂഹൻ നാണയം ഉപയോഗിച്ച് പുതിയ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് മാസങ്ങളോളം യാത്ര ചെയ്യാം. ചെറിയൊരു തട്ടിനടുത്താണ് നന്ദിയുടെ കുതിരയെ കെട്ടിയിരുന്നത്. ആ തട്ടിൻ്റെ മറുഭാഗത്തുള്ള പടികൾ കയറി മുകളിലെത്താം. കുതിരപ്പുറത്ത് കയറുന്നത് കഠിനാധ്വാനമായി കരുതുന്ന തടിയന്മാർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു അത്. ശിവൻ നന്ദിയുടെ ഭീമാകരമായ രൂപത്തിന് നേരെയും നിർഭാഗ്യവാനായ കുതിരയ്ക്ക് നേരെയും പിന്നെ നന്ദിയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി.
മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്നതിനെതിരായി മെലൂഹയിൽ നിയമങ്ങളൊന്നുമില്ലേ? വളരെ ആത്മാർത്ഥമായ സ്വരത്തിൽ ശിവൻ ചോദിച്ചു. പ്രഭോ, വളരെ കണിശമായ നിയമങ്ങൾ. മെലൂഹയിൽ സകല ജീവനും അമൂല്യമാണ്. സത്യത്തിൽ ഒരു മൃഗത്തെ എങ്ങനെ എപ്പോൾ കശാപ്പ് ചെയ്യാമെന്നതിനൊക്കെ കണിശമായ നിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. പിന്നെ പെട്ടെന്ന് നന്ദി സംസാരം നിർത്തി. ശിവന്റെ തമാശ നന്ദിയുടെ സാവധാനം ചലിക്കുന്ന ബുദ്ധിയിലെത്തിയത് അപ്പോഴാണ്. ശിവൻ നന്ദിയുടെ മുതുകിൽ തൊട്ടപ്പോൾ അവർ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ഝലം നദിയുടെ സഞ്ചാരപഥത്തെ പിന്തുടർന്നാണ് ശിവന്റെ യാത്രാസംഘം മുന്നോട്ട് നീങ്ങിയത്. ഹിമാലയത്തിൻ്റെ അടിത്തട്ടിൽ തട്ടിത്തകരുമ്പോൾ ഝലം നദി ഇടിമുഴക്കത്തിൻ്റെ ഗർജനം മുഴക്കി. എന്നാൽ മനോഹരമായ സമതലത്തിലെത്തിയപ്പോൾ രോഷാകുലയായ ആ നദി ശാന്തിയായി ഒഴുകി. നദി വളരെ ശാന്തമായതിനാൽ ആ യാത്രക്കാർക്ക് ഒരു ചങ്ങാടത്തിൽ കയറി നദിയുടെ അങ്ങേക്കരയിലുള്ള ബൃഹദീശപുരം പട്ടണത്തിലെത്തുവാൻ എളുപ്പം സാധിച്ചു. അവിടെ നിന്ന് സാമ്രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തി പ്രദേശത്തിൻ്റെ ഹൃദയഭൂമിയായ പഞ്ചാബിലൂടെ കിഴക്കോട്ട് പോകുന്ന ഒരു പാതയിലൂടെ അവർ നീങ്ങി. പഞ്ചാബ് എന്നതിൻ്റെ അർത്ഥം പഞ്ചനദികളുടെ ദേശമെന്നാണ്. സിന്ധു, ഝലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ ഒഴുകുന്ന ഭൂമി. കിഴക്കോട്ടൊഴുകിയിരുന്ന 4 നദികളും പടിഞ്ഞാറോട്ടൊഴുകിയിരുന്ന സിന്ധു എന്ന വലിയ നദിയെ കരവലയത്തിലൊതുക്കുവാൻ മോഹിച്ചു. പഞ്ചാബിലെ സമ്പന്നമായ സമതല ഭൂമിയിലൂടെയുള്ള സങ്കീർണമായ യാത്രക്കിടയിൽ അവർ ആ ഉദ്യമത്തിൽ വിസ്മയകരമായി വിജയിച്ചു. വിശാലവും സർവ്വവ്യാപിയുമായ മഹാസമുദ്രത്തിൽ സിന്ധു സാന്ത്വനവും അഭയവും തേടി. ആ മഹാസമുദ്രത്തിൻ്റെ അവസാനം എവിടെയാണെന്ന് അപ്പോഴും ദുരൂഹമായിരുന്നു. ഈ റാം എന്ന് പറഞ്ഞാൽ എന്താണ്? കാവ്യവസ്ത്രത്തിൽ അങ്ങോളം ഇങ്ങോളം മുദ്രയിട്ടിരിക്കുന്ന ആ പദം നോക്കിക്കൊണ്ട് ശിവൻ ചോദിച്ചു. ശിവനും നന്ദിക്കും പുറകിൽ ഭവ്യതയോടെ അകലം പാലിച്ചുകൊണ്ടാണ് അകമ്പടിക്കാരായ 3 ഭടന്മാർ സഞ്ചരിച്ചിരുന്നത്. അവരുടെ സംഭാഷണം കേൾക്കാൻ തക്ക അകലത്തിലല്ലെങ്കിലും ആപത്ഘട്ടത്തിൽ പ്രതികരിക്കാൻ തക്കവണ്ണം അടുത്തായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത്. മെലൂഹൻ സൈനിക ചട്ടങ്ങളുടെ ഭാഗമായിരുന്നു അത്. നമ്മുടെ ജീവിതചര്യകൾ സ്ഥാപിച്ചത് മഹാരാജൻ ശ്രീരാമനാണ് പ്രഭു, നന്ദി പ്രതിവചിച്ചു. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. നമ്മുടെ ചിട്ടകളും ചട്ടങ്ങളും ആശയസംഹിതകളും രൂപപ്പെടുത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം രാമരാജ്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ രാമരാജ്യം എന്നാൽ ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം, രാജ്യത്തെ പൗരന്മാരുടെ ക്ഷേമത്തിന് എന്തൊക്കെ ചെയ്യണം എന്നതിനുള്ള സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട സുവർണ സങ്കല്പമാണ്. ഈ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മെലൂഹയിലെ ഭരണം. ജയ് ശ്രീറാം. അദ്ദേഹം ഉത്തമനായ ഒരു മനുഷ്യനായിരിക്കണം. ഈ ഭൂമിയിൽ ഒരു സ്വർഗം തന്നെയാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് പറയുമ്പോൾ ശിവൻ അസത്യമല്ല പറഞ്ഞത്. ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിന് ഈ മെലൂഹയിൽ നിന്നും വേറിട്ടതാകാൻ കഴിയില്ല. സമ്പന്നതയുടെ ഈ ദേശം സ്വർഗീയമായ പൂർണ്ണതയുടെ അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. വളരെ കൃത്യമായി എഴുതിയുണ്ടാക്കപ്പെട്ട നീതിയുക്തമായ നിയമസംഹിത അനുസരിച്ചായിരുന്നു അവിടുത്തെ ഭരണം. ചക്രവർത്തി മുതൽ സാധാരണ പൗരൻ വരെയുള്ളവർ അതിന് കീഴ്പ്പെട്ട് ജീവിച്ചു. ഏകദേശം 8 ദശലക്ഷം ജനസംഖ്യയുണ്ടായിരുന്ന ആ രാജ്യത്ത് എല്ലാവർക്കും ആവശ്യത്തിന് ആരോഗ്യവും ഭക്ഷണവും സമ്പത്തും ഉണ്ടായിരുന്നു. അവരുടെ ശരാശരി ബുദ്ധിശക്തി സാമാന്യത്തിലും ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നു. അല്പം ഗൗരവക്കാരായിരുന്നുവെങ്കിലും മര്യാദയുടെയും സംസ്കാരത്തിൻ്റെയും കാര്യത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവാറില്ല. സ്വതവേ ന്യൂനതകളൊന്നും തന്നെ ഇല്ലാത്ത ആ സമൂഹത്തിൽ തങ്ങളുടെ കർത്തവ്യത്തെക്കുറിച്ച് ഓരോരുത്തർക്കും ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അവരത് ശരിയാവണ്ണം നിർവഹിച്ചു. ലളിതമായ ഒരു സത്യം ശിവന്റെ ബോധമണ്ഡലത്തിൽ മിന്നി. സമൂഹം മുഴുവൻ സ്വന്തം കർത്തവ്യത്തെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ വ്യക്തിപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ആർക്കും പോരാടേണ്ടി വരില്ല. ഏവരുടെയും അവകാശങ്ങൾ സ്വാഭാവികമായും ആരുടെയെങ്കിലും കർത്തവ്യമായി മാറും. ഭഗവാൻ രാമൻ ഒരു പ്രതിഭ തന്നെയായിരുന്നു. നന്ദി നേരത്തെ ജപിച്ച നാമം, ഭഗവാൻ രാമനെ പ്രകീർത്തിക്കുന്ന നാമം ശിവനും ഉറക്കെ ജപിച്ചു. ജയ് ശ്രീറാം. സർക്കാർ വക കടത്തുപുരയിൽ കുതിരകളെ കെട്ടിയ ശേഷം അവർ രവി നദി കടന്നു. ഹരിയുപ്പ എന്നറിയപ്പെടുന്ന ഹരിനഗരത്തിനടുത്തായിരുന്നു ആ കടത്ത്. അല്പം അകലെ നിന്ന് തന്നെ ഹരിയുപ്പയെ ആരാധനയോടെ ശിവൻ നോക്കി നിന്നു. അതിനിടയിൽ അകമ്പടി വന്ന സൈനികർ
അവർക്ക് രവിയുടെ ഇങ്ങേക്കരയിൽ നിന്ന് പുതുതായി ലഭിച്ച കുതിരയുടെ പുറത്ത് കയറി കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഹരിയുപ്പ ശ്രീനഗരത്തിനേക്കാൾ കൂടുതൽ വിശാലമായ നഗരമായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് കൂടുതൽ മനോഹരമായി കാണപ്പെട്ടു. ശിവന് ആ നഗരമൊന്ന് വിസ്തരിച്ച് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്താൽ ദേവഗിരിയിലേക്കുള്ള യാത്ര വൈകുകയാകും ഫലം. ഹരിയുപ്പയുടെ തൊട്ടടുത്തായി എന്തോ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. ഹരിയുപ്പയിലെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ ആളുകളെ പാർപ്പിക്കുന്നതിനായി പുതുതായി നിർമ്മിക്കുന്ന ഒരു പാർപ്പിട കേന്ദ്രമായിരുന്നു അത്. ഇങ്ങനെയുള്ള വിശാലമായ അടിത്തറകൾ നിങ്ങൾ എങ്ങനെ കെട്ടിയുയർത്തുന്നു? മടങ്ങി വരുമ്പോൾ ആ പാർപ്പിട നിർമ്മാണം നടക്കുന്ന സ്ഥലം സന്ദർശിക്കണമെന്ന് ശിവൻ മനസ്സിലുറപ്പിച്ചിരുന്നു. കുറച്ചപ്പുറത്തായി കടത്തുപുരയുടെ കാവൽക്കാരൻ ജട്ട ഒരു തട്ടിൽ കയറി പുതുതായി തനിക്ക് കിട്ടിയ കുതിരയുടെ പുറത്തു കയറാൻ ഒരുങ്ങുന്ന നന്ദിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ദ്രതഗിരി വഴിയുള്ള യാത്ര ഒഴിവാക്കുക, ജട്ട ഉപദേശിച്ചു. കഴിഞ്ഞ രാത്രി ആ വഴിയിൽ തീവ്രവാദി ആക്രമണമുണ്ടായി. അവിടെയുണ്ടായിരുന്ന ബ്രാഹ്മണരെല്ലാം കൊല്ലപ്പെട്ടു. ഗ്രാമത്തിലെ ക്ഷേത്രം തകർക്കപ്പെട്ടു. സൈനികർ എത്തുമ്പോഴേക്കും പതിവ് പോലെ തീവ്രവാദികൾ രക്ഷപ്പെട്ടിരുന്നു. അഗ്നിദേവന്റെ നാമത്തിൽ എന്നാണ് നമുക്ക് തിരിച്ചടിക്കാനാവുക? നമ്മൾ അവരുടെ രാജ്യം ആക്രമിക്കണം. ശരിക്കും ക്ഷുഭിതനായ നന്ദി മുരണ്ടു. ദേവേന്ദ്രന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. ഈ ചന്ദ്രവംശി തീവ്രവാദികൾ എന്നെങ്കിലും എൻ്റെ കണ്ണിൽപ്പെട്ടാൽ അവരെ തുണ്ടം തുണ്ടമാക്കി മുറിച്ച് ഞാൻ നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കും. മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ജട്ട മുരണ്ടു. ജട്ട, നമ്മൾ സൂര്യവംശികളുടെ പിന്മുറക്കാരാണ്. ഇതുപോലുള്ള കിരാതരായ യുദ്ധശൈലിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല, നന്ദി പറഞ്ഞു. നമ്മളെ ആക്രമിക്കുമ്പോൾ ഈ തീവ്രവാദികൾ യുദ്ധനിയമങ്ങൾ പാലിക്കാറുണ്ടോ? നിരായുധരായ ആളുകളെയല്ലേ അവർ കൊല്ലുന്നത്? അതിനർത്ഥം നമ്മൾ അതേ രീതിയിൽ തന്നെ പെരുമാറണമെന്നില്ലല്ലോ. വീരനായക, നമ്മൾ മെലൂഹന്മാരാണ്, നന്ദി തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു. ജട്ട നന്ദിയെ ഖണ്ഡിച്ചില്ല. അപ്പുറത്ത് കാത്തുനിന്നിരുന്ന ശിവന്റെ സാന്നിധ്യം അയാളുടെ ശ്രദ്ധ തിരിച്ചു. ഇയാൾ നിങ്ങൾക്കൊപ്പം വന്നതാണോ? അതെ. ഗോത്രവർഗക്കാർ ധരിക്കുന്ന മന്ത്രത്തകിട് ഇയാൾ ധരിച്ചിട്ടില്ലല്ലോ. പുതിയ കുടിയേറ്റക്കാരനാണോ ഇയാൾ? അതെ. ശിവനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ അസ്വസ്ഥനായിക്കൊണ്ട് നന്ദി പറഞ്ഞു. ആട്ടെ, നിങ്ങൾ പോകുന്നത് ദേവഗിരിയിലേക്കാണോ? വർദ്ധിച്ച സംശയത്തോടെ ജട്ട ചോദിച്ചു. അയാൾ ശിവന്റെ കഴുത്തിന് നേർക്ക് രൂക്ഷമായി നോക്കി. ശ്രീനഗറിൽ നിന്നും ചില കിംവദന്തികൾ ഞാൻ കേട്ടു. നന്ദി പൊടുന്നനെ ജട്ടയുടെ വർത്തമാനത്തിനിടയ്ക്ക് കയറി. ജട്ട, താങ്കളുടെ സഹായത്തിന് നന്ദി. ജട്ടയ്ക്ക് തൻ്റെ സംശയം തീർക്കാൻ കഴിയുന്നതിനു മുൻപ് നന്ദി പെട്ടെന്ന് ആ തട്ടൽ കയറി നിന്ന് കുതിരപ്പുറത്തേറി ശിവന്റെ അടുത്തേക്ക് നീങ്ങി. തിടുക്കത്തിൽ ശിവന്റെ അടുത്തെത്തി അയാൾ പറഞ്ഞു, നമുക്ക് പോകാം പ്രഭു. ശിവൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അഭിമാനിയായ വീരഭടൻ ജട്ട മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ ശിവൻ അമ്പരന്നു പോയിരുന്നു. ശിവന്റെ നേരെ നോക്കി കൈകൾ കൂപ്പി ആദരവ് പ്രകടിപ്പിക്കും വിധം നമസ്തേ പറയുകയുണ്ടായി അയാൾ. അത്രയും ദൂരത്തു നിന്ന് ശിവനത് വ്യക്തമായില്ല. എങ്കിലും ആ കാവൽഭടൻ കരയുകയാണെന്ന് ശിവന് തോന്നി. തലയാട്ടിക്കൊണ്ട് ശിവൻ ചോദിച്ചു, എന്താ കാര്യം? പ്രഭു, നമുക്ക് പോകാം, നന്ദി അല്പം ഉച്ചത്തിൽ പറഞ്ഞു. ശിവൻ തിരിഞ്ഞ് തലകുലുക്കി കാലുകൊണ്ടമർത്തി കുതിരയെ മുന്നോട്ട് ചലിപ്പിച്ചു. നേർപാതയിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതിനിടയിൽ ശിവൻ ഇടത്തോട്ട് നോക്കി. നന്ദി തൻ്റെ വിശ്വസ്തനായ കുതിരയെ നമിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അകമ്പടി സൈനികർ ഒരേ അകലത്തിൽ തന്നെ സഞ്ചരിക്കുന്നത് കണ്ടു. അയാൾക്കതിൽ അത്ഭുതം തോന്നിയില്ല. വളരെ അടുത്തും എന്നാൽ വല്ലാതെ അകലത്തിലും ആയിരുന്നില്ല അവർ സഞ്ചരിച്ചിരുന്നത്. ആ നോട്ടത്തിൽ അയാൾ നന്ദി അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ കണ്ടു. അത് വെറും അലങ്കാരത്തിനു വേണ്ടി മാത്രമുള്ളതല്ലെന്ന് അയാൾ സംശയിച്ചു. കനത്ത പുഷ്ടിയുള്ള വലതു കൈത്തണ്ടയിൽ അയാൾ 2 മന്ത്രത്തകിടുകൾ ധരിച്ചിരുന്നു. ആദ്യത്തെ മന്ത്രത്തകിടിൽ പ്രതീകാത്മകമായ ചില രേഖകൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മന്ത്രത്തകിടിൽ ഒരു മൃഗരൂപം ആലേഖനം ചെയ്തിരുന്നു. ഒരു കാളയുടെ രൂപം പോലെ തോന്നിച്ചു അത്. അയാളുടെ സ്വർണ്ണമാലകളിലൊന്നിൽ കിരണങ്ങൾ പുറത്തേക്ക് വമിക്കുന്ന വൃത്താകൃതിയിലുള്ള സൂര്യൻ്റെ പതക്കമുണ്ടായിരുന്നു. തവിട്ട് നിറത്തിൽ ഒരു വിത്ത് പോലെ അണ്ഡാകൃതിയിലുള്ള മറ്റൊരു പതക്കത്തിൽ ചെറിയ പല്ലുകൾ ഉണ്ടായിരുന്നു. നിന്റെ ശരീരത്തിലെ ആഭരണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് എന്നോട് പറയാമോ? അതോ അതും ഒരു കൊട്ടാര രഹസ്യമാണോ? ശിവൻ കളിയാക്കി. തീർച്ചയായും ഞാനത് പറയാം പ്രഭു.
നന്ദി ഹൃദയപൂർവ്വം പറഞ്ഞു. സ്വർണ്ണ നിറത്തിലുള്ള പട്ടുനൂലുകൊണ്ട് തൻ്റെ കൈത്തണ്ടയിൽ കെട്ടിയിരിക്കുന്ന ആദ്യത്തെ മന്ത്രത്തകിടിന് നേരെ ചൂണ്ടി അയാൾ പറഞ്ഞു, ഈ മന്ത്രത്തകിട് എൻ്റെ ജാതിയെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ മീതെയുള്ള വരകൾ പരമാത്മാവിൻ്റെ അഥവാ ജഗദീശ്വരൻ്റെ ചുമലുകളെ സൂചിപ്പിക്കുന്നവയാണ്. ഞാനൊരു ക്ഷത്രിയനാണെന്നാണ് ഇതിനർത്ഥം. മറ്റു ജാതികളെ സൂചിപ്പിക്കുന്നതിന് സവിശേഷമായ പ്രതീകങ്ങളും സൂചകങ്ങളും ഉണ്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട്. അങ്ങ് പറഞ്ഞത് ശരിയാണ് പ്രഭോ. അസാമാന്യമാവിധം ബുദ്ധിമാനാണ് താങ്കൾ. അല്ല, ഞാൻ വലിയ ബുദ്ധിമാനൊന്നുമല്ല. നിങ്ങളെപ്പോലുള്ള ആളുകൾ അസാധാരണ ദീർഘദർശികളാണ്. നിങ്ങളുടെ ചില രീതികൾ പ്രവചിക്കാനാവുന്നതേയുള്ളൂ. നന്ദി പുഞ്ചിരിച്ചപ്പോൾ ശിവൻ തുടർന്നു, ആട്ടെ, അവ എന്തൊക്കെയാണ്? എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് പ്രഭോ? ബ്രാഹ്മണന്മാരെയും വൈശ്യന്മാരെയും ശൂദ്രന്മാരെയും സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ? ശരി, പറയാം. പരമാത്മാവിൻ്റെ ശിരസിനെ സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള രേഖകളാണ് അതിലുള്ളതെങ്കിൽ അത് ധരിക്കുന്നയാൾ ബ്രാഹ്മണനാണെന്നാണ് അർത്ഥം. വൈശ്യൻ ധരിക്കുന്ന രേഖകൾ പരമാത്മാവിൻ്റെ തുടയെ സൂചിപ്പിക്കുന്നതായിരിക്കും. പരമാത്മാവിൻ്റെ കാലുകളെ സൂചിപ്പിക്കുന്ന രേഖകൾ ശൂദ്രനുള്ളതാണ്. കേൾക്കാൻ രസമുണ്ട്, ശിവൻ പറഞ്ഞു. ശൂദ്രന്മാർക്ക് അവർക്ക് കിട്ടിയ സ്ഥാനത്തെക്കുറിച്ച് ഒട്ടും മതിപ്പുണ്ടാവാൻ സാധ്യതയില്ല. ശിവൻ്റെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ നന്ദിക്ക് അതിശയം തോന്നി. ദീർഘകാലമായി വഹിക്കുന്ന ആ പ്രതീകത്തെപ്പറ്റി ശൂദ്രന് എന്തുകൊണ്ട് വിരോധമുണ്ടാകണമെന്ന് നന്ദിക്ക് മനസ്സിലായില്ല. എന്നാൽ ഭഗവാനുമായി വിയോജിക്കാൻ ഭയമുള്ളതിനാൽ അയാളൊന്നും മിണ്ടിയില്ല. അപ്പോൾ മറ്റേ മന്ത്രത്തകിടോ? ശിവൻ ചോദിച്ചു. രണ്ടാമത്തെ തകിട് ഞാൻ തിരഞ്ഞെടുത്ത ഗോത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. ഓരോ വർഗവും അവരുടെ യോഗ്യതയ്ക്ക് ചേർന്ന ജോലി ഏറ്റെടുക്കുന്നു. ഓരോ മെലൂഹനും 25 വയസ്സ് തികയുമ്പോൾ മാതാപിതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം തനിക്ക് യോജിച്ച ഗോത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷ നൽകും. ബ്രാഹ്മണർ പക്ഷികളെ തിരഞ്ഞെടുക്കുമ്പോൾ ക്ഷത്രിയർ മൃഗങ്ങളെ എടുക്കും. വൈശ്യന്മാർക്ക് പൂക്കളാണ് ലഭിക്കുന്നത്. ശൂദ്രന്മാർ മത്സ്യങ്ങളെയാണ് തിരഞ്ഞെടുക്കുക. ഈ ഗോത്രചിഹ്നങ്ങൾ അനുവദിക്കപ്പെടുന്നത് കടുത്ത പരീക്ഷാ പ്രക്രിയയിലൂടെയാണ്. നമ്മുടെ കഴിവുകളും ഉയരങ്ങൾ കീഴടക്കുവാനുള്ള മോഹവും പരിഗണിച്ചാണ് ഒരു ഗോത്രത്തെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ലഭിക്കുന്നത്. നമ്മളൊരു വലിയ ഗോത്രത്തെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ നിലവാരത്തിനൊത്ത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ അത് വലിയ നാണക്കേടാകും. അതേസമയം നമ്മുടെ ശേഷികൾക്ക് വളരെ താഴെയുള്ള ഒരു ഗോത്രത്തെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കഴിവുകളോട് കാണിക്കുന്ന അനീതിയായിരിക്കും. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രം കാളയാണ്. ഈ മന്ത്രത്തകിട് സൂചിപ്പിക്കുന്നത് ആ മൃഗത്തെയാണ്. ഞാൻ ചോദിക്കുന്നത് മര്യാദകേടാണെന്ന് തോന്നുന്നില്ലെങ്കിൽ ഒരു ചോദ്യം. ക്ഷത്രിയന്മാർക്കിടയിൽ ഈ കാളയുടെ സ്ഥാനം എന്താണ്? അങ്ങനെ പറഞ്ഞാൽ ഒരു സിംഹത്തിൻ്റെയോ ആനയുടെയോ പുലിയുടെയോ സ്ഥാനം ഇതിനില്ല. അതേസമയം ഇത് എലിയോ പന്നിയോ അല്ല. ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാളയ്ക്ക് ഒരു സിംഹത്തെയോ ആനയെയോ തോൽപ്പിക്കാൻ കഴിയും. ശിവൻ പുഞ്ചിരിച്ചു. ആട്ടെ, നിന്റെ മാലകളിൽ കാണുന്ന പതക്കം എന്താണ്? തവിട്ട് നിറത്തിലുള്ള വിത്ത് പ്രതിനിധീകരിക്കുന്നത് അവസാനത്തെ മഹാദേവനായ രുദ്രഭഗവാനെ. ജീവൻ്റെ സുരക്ഷയും പുനഃസൃഷ്ടിയുമാണത് സൂചിപ്പിക്കുന്നത്. ദിവ്യശക്തിയുള്ള ആയുധങ്ങൾക്ക് പോലും അങ്ങനെ സംരക്ഷിക്കപ്പെട്ട ജീവനെ നശിപ്പിക്കാനാവില്ല. അതിൽ കാണുന്ന സൂര്യൻ? പ്രഭു, സൂര്യവംശ രാജാക്കന്മാരുടെ പിന്മുറക്കാരാണ് ഞാൻ എന്നാണ് ആ സൂര്യബിംബം കൊണ്ടുദ്ദേശിക്കുന്നത്. സൂര്യദേവൻ്റെ പൈതൃകം പേറുന്ന രാജാക്കന്മാർ. എന്ത്? സൂര്യൻ താഴേക്കിറങ്ങി വന്നുവെന്നും ചില രാജ്ഞിമാരെ അവിശ്വസിയെപ്പോലെ ശിവൻ കളിയാക്കി. തീർച്ചയായും അങ്ങനെയല്ല പ്രഭു, നന്ദി ചിരിച്ചു. ഞങ്ങൾ സൗരപഞ്ചാംഗം പിന്തുടരുന്നു എന്നു മാത്രമാണ് അതിനർത്ഥം. അതുകൊണ്ട് ഞങ്ങൾ സൂര്യപഥം പിന്തുടരുന്നവരാണെന്ന് അങ്ങേക്ക് പറയാം. ഞങ്ങൾ ശക്തരും അചഞ്ചലരുമാണെന്നതാണ് അതിനർത്ഥം. ജീവൻ ത്യജിച്ചും ഞങ്ങൾ വാക്കുപാലിക്കും. ഒരിക്കലും നിയമം ലംഘിക്കുകയില്ല. സത്യവാന്മാരല്ലാത്തവരോട് പോലും ഞങ്ങൾ സത്യം വിട്ട് പെരുമാറുകയില്ല. സൂര്യനെ പോലെ ദാനം ചെയ്യുകയല്ലാതെ ആരിൽ നിന്നും ഞങ്ങൾ യാതൊന്നും എടുക്കുകയില്ല. ഞങ്ങളുടെ കർത്തവ്യം ഞങ്ങൾ സ്വന്തം ബോധമണ്ഡലത്തിൽ പതിച്ചു വെച്ചിട്ടുള്ളതിനാൽ ഒരിക്കലും ഞങ്ങളവ മറന്നു പോകുകയില്ല. സൂര്യവംശിയാകുക എന്നതിനർത്ഥം സത്യസന്ധനും ധീരനും എല്ലാറ്റിനുമപ്പുറം പരമാർത്ഥത്തോട്
നീതി പുലർത്തുന്നവനുമാകുക എന്നതാണ് അർത്ഥം. വലിയൊരു വംശം തന്നെ. ഭഗവാൻ ശ്രീരാമൻ സൂര്യവംശിയായിരുന്നുവെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, നിശ്ചയമായും. അഭിമാനപൂർവ്വം നെഞ്ചു വീർപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. അദ്ദേഹം സൂര്യവംശത്തിൽപ്പെട്ട ചക്രവർത്തിയായിരുന്നു. ജയ് ശ്രീരാം, ജയ് ശ്രീരാം. ശിവൻ പ്രതിവചിച്ചു. നന്ദിയും ശിവനും ബിയാസ് നദി കടന്നത് ഒരു തോണിയിലാണ്. അടുത്ത തോണിക്ക് വേണ്ടി അകമ്പടിക്കാർ കാത്തു. ദേവഗിരിയിലേക്കുള്ള നേർപാതയിലെത്തുവാൻ ബിയാസ് നദി കടക്കേണ്ടതുണ്ട്. തലേ രാത്രി കാലം തെറ്റിപ്പെയ്ത മഴ കണ്ടപ്പോൾ കടത്തുപുരയുടെ കാവൽഭടന് അന്നത്തെ കടത്ത് ഒഴിവാക്കിയാലോ എന്ന് തോന്നി. എന്നാൽ രാവിലത്തെ ശാന്തമായ കാലാവസ്ഥ കണ്ടപ്പോൾ കടത്ത് പുനരാരംഭിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് അയാൾക്ക് തോന്നി. ശിവനും നന്ദിയും മറ്റു 2 യാത്രക്കാരുമാണ് തുഴച്ചിൽക്കാരനെ കൂടാതെ ആ തോണിയിലുണ്ടായിരുന്നത്. കാവൽപുരയ്ക്കടുത്ത് അതുവരെ സഞ്ചരിച്ചിരുന്ന കുതിരകളെ കെട്ടിയിട്ടിരുന്നു അവർ. അങ്ങേക്കരയിൽ അവർക്ക് പുതിയ കുതിരകളെ കിട്ടും. മറുകരയിൽ എത്തുന്നതിന് അല്പദൂരം മാത്രമുള്ളപ്പോൾ ആകാശത്ത് നിന്ന് പെട്ടെന്നൊരു കനത്ത മഴ പെയ്തു. കാറ്റിന് അസാമാന്യ രൗദ്രതയുണ്ടായിരുന്നു. തോണിക്കാരൻ അതിവേഗം തുഴഞ്ഞു നോക്കിയെങ്കിലും തോണി അതിഭയങ്കരമായി ചാഞ്ചാടി. ശിവനോട് താഴെ അമർന്നു കിടക്കണമെന്ന് പറയുവാനായി നന്ദി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശിവന് നേർക്ക് ആംഗ്യം കാണിച്ചു. എന്നാൽ അയാളത് ചെയ്തത് ഒട്ടും പതുക്കിയായിരുന്നില്ല. അയാളുടെ അസാമാന്യമായ ശരീരഭാരം തോണിയെ ഉലച്ചു. അയാൾ നദിയിലേക്ക് വീണു. തുഴയുപയോഗിച്ച് തോണി നേരെ നിർത്തി ബാക്കി യാത്രക്കാരെ രക്ഷിക്കുവാൻ തുഴച്ചിൽക്കാരൻ ശ്രമിച്ചു നോക്കി. അങ്ങനെ ചെയ്യുന്നതിനിടയിൽ പോലും മനസ്സാന്നിധ്യം കൈവെടിയാതെ അയാൾ ശംഖെടുത്ത് ഉച്ചത്തിൽ അപായസൂചന മുഴക്കി. തോണിയിലുണ്ടായിരുന്ന 2 യാത്രക്കാർക്ക് നദിയിൽ ചാടി നന്ദിയെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ ഭീമൻ ശരീരപ്രകൃതി അവരെ സന്ദേഹിപ്പിച്ചു. അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ തങ്ങൾ മുങ്ങിത്താഴുമെന്ന് അവർക്ക് തോന്നി. യാതൊരു സന്ദേഹത്തിനും അടിമപ്പെടാതെ ശിവൻ തൻ്റെ അംഗവസ്ത്രവും പാദരക്ഷകളും വലിച്ചെറിഞ്ഞ് പ്രക്ഷുബ്ധമായ നദിയിലേക്ക് എടുത്തുചാടി. അതിവേഗം അയാൾ നന്ദിയുടെ അടുത്ത് നീന്തിയെത്തി. നന്ദിയെ ജലോപരിതലത്തിലേക്ക് ഉയർത്തുവാൻ അയാൾക്ക് തൻ്റെ ശക്തി മുഴുവനും ഉപയോഗിക്കേണ്ടി വന്നു. ജലത്തിൻ്റെ മർദ്ദമുണ്ടായിട്ട് പോലും നന്ദിക്ക് സാധാരണ മനുഷ്യനേക്കാൾ ഭാരമുണ്ടായിരുന്നു. ശ്രീനഗരത്തിലെ കുടിയേറ്റ താവളത്തിലെത്തിയത് മുതൽ ശിവന് അന്നേ വരെ അനുഭവപ്പെടാതിരുന്ന കരുത്ത് തോന്നിയിരുന്നു. നന്ദിയുടെ ചുമലിലൂടെ അയാളുടെ നെഞ്ചുവഴി കൈകോർത്ത് അയാളെ തൻ്റെ ചുമലിലിട്ട് ശിവൻ ഒരു കൈകൊണ്ട് തുഴഞ്ഞ് കര ലക്ഷ്യം വെച്ച് നീന്തി. നന്ദിയുടെ ഭാരം ശിവന് കഠിനമായ അധ്വാനമാണ് നൽകിയതെങ്കിലും ആ മെലൂഹൻ പടനായകനെയും കൊണ്ട് അവൻ നീന്തി. കടത്തുപുരയിലെ ജോലിക്കാർ ഉടൻ തന്നെ അവൻ്റെ അടുത്തെത്തി. നന്ദിയുടെ കുഴഞ്ഞ ശരീരം കരയിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ ശിവൻ അവരെ സഹായിച്ചു. കടത്തുപുരയിലെ അത്യാഹിത വിഭാഗക്കാർ വിചിത്രമായൊരു പ്രക്രിയ ആരംഭിച്ചു. അവരിലൊരാൾ 5 തവണ കൃത്യമായ താളക്രമത്തിൽ നന്ദിയുടെ നെഞ്ചിൽ അമർത്തി ഒഴിഞ്ഞു. അയാളത് നിർത്തുന്നേരം മറ്റൊരാൾ സ്വന്തം ചുണ്ട് നന്ദിയുടെ ചുണ്ടോട് ചേർത്ത് ഉറക്കെ അകത്തേക്ക് ശ്വാസം വലിച്ചു. പലതവണ അവർ ആ പ്രക്രിയ ആവർത്തിച്ചു. എന്താണ് അവിടെ നടക്കുന്നതെന്ന് ശിവന് മനസ്സിലായില്ലെങ്കിലും മെലൂഹൻ ചികിത്സകരുടെ ശുശ്രൂഷയെയും അവരുടെ അർപ്പണബോധത്തെയും അയാൾ വിശ്വസിച്ചു. ഉത്കണ്ഠയുടെ കുറേ നിമിഷങ്ങൾക്ക് ശേഷം നന്ദി കുറേ വെള്ളം പുറത്തേക്ക് ഛർദ്ദിച്ചു. തുടർന്നൊരു ഞെട്ടലോടെ അയാൾ മയക്കം വിട്ടുണർന്നു. ആദ്യം അയാൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ലെങ്കിലും ഉടൻ തന്നെ അയാൾ പരിസരബോധം വീണ്ടെടുത്തുകൊണ്ട് നിലവിളിച്ചു. പ്രഭു, അങ്ങ് എന്തിനാണ് എൻ്റെ പിന്നാലെ നദിയിലേക്ക് ചാടിയത്? അങ്ങയുടെ ജീവൻ വിലപ്പെട്ടതാണ്. എനിക്ക് വേണ്ടി അങ്ങ് അപകടത്തിൽപ്പെടാൻ പാടില്ല. അതിശയിച്ചു പോയ ശിവൻ നന്ദിയുടെ പുറം തൊട്ടുകൊണ്ട് ശാന്തനായി മന്ത്രിച്ചു. നീ കുറച്ചുനേരം വിശ്രമിക്കണം സുഹൃത്തെ. ശിവൻ പറഞ്ഞതനുസരിച്ച് ശുശ്രൂഷകർ നന്ദിയെ ഒരു കിടക്കയിൽ കിടത്തി കടത്തുപുരയോട് ചേർന്നുള്ള വിശ്രമ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. മറ്റുള്ള തോണി യാത്രക്കാർ ശിവനെ വർദ്ധിച്ച കൗതുകത്തോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ തടിയൻ ഒരു മുതിർന്ന സൂര്യവംശി പടയാളിയാണെന്ന് അയാളുടെ മന്ത്രത്തകിടുകളിൽ നോക്കി അവർ ഊഹിച്ചു. എന്നിട്ടും അയാൾ തൻ്റെ ഒപ്പമുള്ള ഗോത്രചിഹ്നങ്ങളില്ലാത്ത സുന്ദര രൂപത്തെ പ്രഭോ എന്ന് വിളിക്കുന്നത് വിചിത്രമായി അവർക്ക് തോന്നി. എങ്കിലും ആ പടനായകൻ രക്ഷപ്പെട്ടു എന്നതായിരുന്നു അപ്പോൾ പ്രസക്തമായ വിഷയം. ശുശ്രൂഷ സേവകർക്ക് പിന്നാലെ ശിവൻ വിശ്രമകേന്ദ്രത്തിലേക്ക് നീങ്ങിയപ്പോൾ അവർ പിരിഞ്ഞുപോയി. ഇതുവരെ കേട്ടിരുന്ന ശബ്ദരേഖയുടെ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. അടുത്ത ഭാഗവുമായി വീണ്ടും വരാം. നമസ്കാരം.